തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം വീണ്ടും മുഴങ്ങുകയാണ്. അപ്പോൾ കൊല്ലത്തിന് മറക്കാൻ കഴിയാത്ത പേരാണ് ഒ മാധവൻ. വടക്കേവിള ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ഒ മാധവൻ്റെ മകൻ ഇന്ന് MLA ആണ്. മറ്റാരുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട നടൻ മുകേഷ്. മുകേഷേട്ടാ, വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമടക്കം ഉണ്ടായ സ്ഥലമാണ് കൊല്ലം. മുകേഷേട്ടനെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ഓർമ്മകളും ഉണ്ടായിരിക്കാം. ചെറുപ്പകാലം മുതൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഓർമ്മയായ കാലം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ചെറിയ പ്രായത്തിലാണ് ഞാനും എൻ്റെ 2 സഹോദരിമാരും. ഞങ്ങളുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അന്ന് ഈ മതിലില്ല, വേലിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അച്ഛൻ ജയിച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഒരു ജീപ്പിനകത്തൂടെ ഈ റോഡിൽ കൂടെ, ഇതേ റോഡിൽ കൂടെ ആണ് എൻ്റെ ഓർമ്മയിലുള്ളത് ആദ്യം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ, എൻ്റെ സഹോദരിമാരെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനെ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എല്ലാവരെയും കൈ കാണിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇലക്ഷനാണെന്നും ജയിച്ചു വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ അവിചാരിതമായിട്ടാണ് ഈ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ നിന്നത്. സ്ഥിരം പഞ്ചായത്ത് പ്രസിഡൻറ്റും സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു ആളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ജനകീയ പിന്തുണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം താഴെത്തട്ടിൽ മുതൽ ആൾക്കാർക്ക് വളരെ സ്പർശമായി ഇടപെടാൻ കഴിയുന്ന, ആൾക്കാരുടെ ജനകീയ വിഷയങ്ങളിലടക്കം ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ. അപ്പം പകലും പഞ്ചായത്ത് ഭരണവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാടകാഭിനയവും, ഇത് രണ്ടും കൂടെ ഒത്തുചേർന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയും ഞാൻ ചെറുപ്രായം മുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അച്ഛൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല, കാരണം അമ്മയുടെ സ്ഥലമാണ് കൊല്ലം, അച്ഛൻ്റെ സ്ഥലം ചുനക്കരയാണ്. അപ്പോൾ വരുത്തൻ എന്നുള്ള ആദ്യത്തെ ആ ഒരു വാക്ക് ഞാൻ അച്ഛനെയാണ് ആദ്യമായി കേൾക്കുന്നത്. അത് വരുത്തൻ. ഞാൻ വിചാരിച്ചു എന്താണ് ഈ വരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴാണ് പറഞ്ഞത് വെളിയിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും മലയാളിയല്ലേ, അച്ഛനും ഇവിടെ ജനിച്ചു വളർന്നത് നമ്മുടെ കേരളത്തിലുള്ളതല്ലേ? അല്ല, ഓരോരോ പ്രാദേശികമായിട്ട് വെളിയിൽ നിന്ന് വരുമ്പം വരുത്തൻ എന്ന് പറഞ്ഞു. അങ്ങനെ വരുത്തനെ നിർത്തിക്കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബലം, ഒരു സംഘടനാ ശക്തി, ഏത് സ്ഥലത്ത് ആര് നിന്നാലും ഈക്വലാണ്. ഇന്ന പ്രാദേശികത്വം കൽപ്പിക്കാതിരുന്ന ഒരു പ്രാധാന്യമില്ല. നേതാവ് അല്ലെങ്കിൽ പ്രവർത്തകൻ, അത് മതി. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയാണ് ആദ്യം. പിന്നീട് വളരെ അത്ഭുതകരമായിട്ടല്ലെങ്കിൽ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം, മറ്റൊരു ഇലക്ഷനിൽ ഞങ്ങൾക്ക് 3 പേർക്കും 18 വയസ്സ് കഴിഞ്ഞു. ആദ്യം ഇലക്ഷൻ വോട്ടാണ്, കന്നി വോട്ടാണ്. 3 പേരും സ്വന്തം അച്ഛന് തന്നെ ചെയ്യാൻ ഉള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിലൊക്കെ പലതും ഈ പുതിയ കാലഘട്ടത്തിൽ പോലും അങ്ങനെയുള്ളൊരു ഇലക്ഷൻ തന്ത്രം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് തന്നെ ആ ഏറ്റവും വലിയൊരു ഇലക്ഷൻ തന്ത്രം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അതായത് അച്ഛൻ്റെ മുന്നണിക്ക് 8 സീറ്റ്, എതിർ മുന്നണിക്ക് 7 സീറ്റ്. ഒരാൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല, എതിർ സ്ഥാനാർത്ഥി, എതിർ കക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ്, ഒറ്റ സീറ്റിൻ്റെ ബലത്തിൽ തൂക്ക്. അപ്പോൾ എതിർ കക്ഷിയിലുള്ള ഒരാൾ വളരെ സമ്പന്നനാണ്, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിച്ച് 8 എണ്ണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ വടക്കേവിള പഞ്ചായത്തിൻ്റെ മുക്കിനും മൂലയിലുമെല്ലാം സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ വെച്ചിട്ട് അതാത് സ്ഥലത്ത് ജയിച്ച സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രസംഗിക്കുന്നത് എന്താണെന്നും അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ കാലുമാറുമെന്ന് പലരും പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. കാരണം ഞാൻ ഇതുവഴി നടന്നുപോയാൽ നിങ്ങൾ ചൂടുവെള്ളം എടുത്ത് എൻ്റെ ദേഹത്തൊഴിക്കില്ലേ, മുളക് കലക്കി ഒഴിക്കില്ലേ, എന്നെ വിശ്വസിച്ചുവെന്ന് ആ തരത്തിലുള്ള പ്രസംഗം എല്ലാവരെ കൊണ്ടും പ്രസംഗിപ്പിച്ചു, സത്യവാങ്മൂലം നടത്തി. അപ്പോൾ ആ ചതി അവർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് ഇത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സാധുക്കളാണ്. ഒരു പക്ഷേ അദ്ദേഹം നല്ല ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരു ജീവിതത്തിൽ 1 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ഓഫർ എന്ന് പറഞ്ഞാൽ 50,000 മുതൽ 1 ലക്ഷം രൂപയാണ്. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മാറിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അത് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇലക്ഷൻ്റെ ആ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം മുമ്പ് ഈ 8 പേരെയും അച്ഛനെയും കാണാനില്ല. അപ്പോൾ അന്ന് തന്നെ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട്
ഇപ്പം നമുക്കറിയാം അന്ന് ഇന്നായിരുന്നു വലിയ വാർത്തയായിരുന്നു. അല്ല മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരൊക്കെയോ ഇവിടെ വന്ന് പറയുന്നുണ്ട് വർക്കലയിലുണ്ടെന്നറിഞ്ഞ്, അത് കഴിഞ്ഞ് കന്യാകുമാരിയിലുണ്ടെന്നറിഞ്ഞു. അപ്പം നമ്മളെല്ലാം വിചാരിക്കുന്നു, ഇലക്ഷന് ജയിച്ചാൽ മതിയായിരുന്നു, ഈ സ്ഥലമെല്ലാം കാണാമായിരുന്നല്ലോ. അങ്ങനെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു മണിക്കൂർ മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് കയറ്റുകയാണ് കാറ്. എന്നിട്ട് ഇവരെല്ലാവരും ഇറങ്ങി അകത്തോട്ട് പോയി. പിന്നെ ഇലക്ഷനാണ്. അപ്പോൾ ജനലിക്കൂടെ ഒന്ന് അര മുക്കാൽ എന്നൊക്കെ പറയുന്ന ആംഗ്യങ്ങളുണ്ട്, പക്ഷേ ആരെയും സംസാരിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ 8 പേരുടെ ഭൂരിപക്ഷത്തിൽ അന്ന് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു ഓർമ്മയാണ്. പക്ഷേ ഒരു രസകരമായ ഓർമ്മയായി പറയുമ്പോഴും വലിയൊരു ജനാധിപത്യ ബോധം ഇക്കാര്യത്തിലുണ്ട്. കാരണം ഈ ജയിച്ചു വന്നവർ മറ്റൊരു മുന്നണിയിലേക്ക് ചേക്കേറരുത്, അത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു സത്യപ്രതിജ്ഞാ ബോധം പോലെ നടത്തിയിട്ടാണ് അന്ന് ഈ കൂടെ നിർത്തിയത് 8 പേര്. അല്ല, കൂടെ നിർത്തിയെന്ന് പറഞ്ഞാൽ അന്നും രാഷ്ട്രീയ ബുദ്ധിയാണ്, വലിയ രാഷ്ട്രീയ ബുദ്ധിയാണെങ്കിലും അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അങ്ങോട്ട് പോയാലും നമുക്ക് എങ്ങനെ പോവരുതെന്ന് പറയും. നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം, അല്ലെങ്കിൽ ആ പരമ്പര. 1 ലക്ഷം രൂപ വലിയ ഇന്നത്തെ ഒരു 10 കോടി രൂപയുടെ എഫക്റ്റാണ്. അപ്പം നോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കഴിവതും ശ്രമിക്കുക. പക്ഷെ ശ്രമിച്ച് വിജയിച്ചു. അത് ഒരു ശരിക്കും പറഞ്ഞാൽ പിന്നീട് പല സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നേരെ റിസോർട്ടിലോട്ടാണ്. അന്ന് സംസ്ഥാനത്തിന് പുറത്തെല്ലാം അത് തന്നെയാണ്. റിസോർട്ടിൽ പോയി താമസിക്കുക. ആരും ഇതെല്ലാം വടക്കേവള പഞ്ചായത്തിൽ മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണത്. ഈ അച്ഛനിൽ നിന്ന് സ്വീകരിച്ച ഏറ്റവും മികച്ച ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ? അല്ല, അച്ഛൻ ഞാൻ കണ്ടുപിടിച്ച പല കാര്യങ്ങളുണ്ടെങ്കിലും പലതും പഴയതുപോലെ തന്നെ നമുക്കൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അത്രയും ക്ഷമയും പക്വതയും ഒക്കെ നമുക്ക് കിട്ടത്തില്ല. അത് ഒരു കാലഘട്ടത്തിൻ്റെ നന്മയാണ്. എങ്കിലും ഞാൻ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ജോലികൾ ഒരു സമയത്ത് ചെയ്യാം. പ്രത്യേകിച്ചും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതൊരു ഭയങ്കര ആത്മവിശ്വാസമാണ് എനിക്ക്. അപ്പോൾ പലരും പറയാൻ വേണ്ടി പറയും, നടനായിട്ട് നിന്നാൽ പോരെ, ഈ പിന്നെ പഞ്ചായത്ത് അല്ല MLA ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ, MLA ആ സ്ഥലം. പക്ഷേ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും അത് വേറെയാണ്. അത് എങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ചെന്ന് അത് അവരുമായിട്ട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ കഴിയുന്ന തരത്തിൽ അത് സാധിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മദൻ സർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരിക്കുമ്പോഴും എപ്പോഴെങ്കിലും ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമാകേണ്ടി വരുമെന്ന് മുകേഷേട്ടൻ ചിന്തിച്ചിരുന്നോ? ഒരിക്കലും ചിന്തിച്ചില്ല. സഹയാത്രികൻ എന്നുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പെട്ടെന്നാണ് സഖാവ് MA ബേബി അദ്ദേഹം സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ വളരെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്, കൊല്ലംകാരനാണ്, വളരെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് മുരളിച്ചേട്ടൻ മരിച്ച ഒരു കാലഘട്ടത്തിൽ സംഗീത അക്കാദമി ചെയർമാനായിട്ട് മുകേഷിന് താല്പര്യമുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ വരെയായി. പക്ഷേ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാം അദ്ദേഹം ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ അതൊരു നിയോഗം പോലെ ഞാൻ പറഞ്ഞു, വീട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും സന്തോഷമായിരിക്കും. അങ്ങനെയാണ് ശരിക്കും സജീവ രാഷ്ട്രീയത്തിലേക്ക് കുറെ കൂടെ വരുന്നത്. പക്ഷേ MLA ആവുമെന്ന് ലാസ്റ്റ് മൊമെന്റ് വരെ ഞാൻ ചിന്തിച്ചില്ല, അതിനുവേണ്ടി പ്രവർത്തിച്ചതുമില്ല. അത് ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നോ എന്ന് പറയാൻ, നോ എന്ന് ആരും പറയരുത്. കാര്യം അതും ഒരു നിയോഗമാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് MLA ആയി എത്തുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അച്ഛൻ MLA ആയ മകൻ, ആ ഒരു കാഴ്ചപ്പാട് വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, അതെല്ലാം ഒരു കർത്തവ്യം പോലെ, അല്ലെങ്കിൽ ഒരു കടമ പോലെ. അതിനകത്ത് നമുക്കൊന്നും ഒരു അതിശയോക്തിയൊന്നുമില്ല. കാര്യം അതിനപ്പുറം നമ്മൾ സിനിമയിൽ നിന്നും ഈ ജനങ്ങളുടെ ഇടയിലുള്ള സ്നേഹമെല്ലാം എൻ്റെ വീട്ടുകാരെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ MLA ആയതിനു ശേഷം പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമൊന്നും അങ്ങനെ വരുന്നില്ല. അത് എൻ്റെ ഒരു ദൗത്യമാണ്. അത് വളരെ ഗംഭീരമായിട്ട് നമ്മളാൽ കഴിയുന്ന തരത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു വൈകാരികമായ ബന്ധം ഈ വടക്കേവിളയോട് എന്നും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കളിച്ച് വളർന്ന് എല്ലാ ആൾക്കാരെയും കണ്ടു വളർന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് എപ്പോഴും കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണ്. അത് ഏറ്റവും വലിയൊരു അഭിമാന മുഹൂർത്തം എന്ന് പറയുന്നത് സുരേഷ് ഗോപി
കോടീശ്വരം ചെയ്തപ്പോൾ ഒരു കറക്റ്റ് ഉത്തരം ആദ്യം പറയുന്ന ആൾക്ക് ഹോട്ട് സീറ്റിലോട്ട് കയറാം, ബസർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, കൊല്ലം ഭാഷ സംസാരിക്കുന്ന കൊല്ലം എന്ന് എപ്പോഴും പറയുന്നത് ബസറമർത്തി മുകേഷ് എന്ന് പറഞ്ഞു. അതിനപ്പുറം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അംഗീകാരമോ അഭിമാനവും ഇല്ല. അത് കൊല്ലത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. ഈ MLA സ്ഥാനമല്ല, വടക്കേവിള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും അവിടെ മത്സരിക്കാനായിരുന്ന ഒരു പാർട്ടി ആവശ്യപ്പെട്ടതെങ്കിൽ മത്സരിക്കുമായിരുന്നു? അല്ല, ആദ്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യം അല്ല, അങ്ങനെ ഒരു തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു കാലടികൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ഒരെണ്ണം നമുക്ക്. പക്ഷേ ഒരു വലിയ സത്യമുണ്ട്, MLA പോലെയല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങും പോകാനൊന്നും പറ്റില്ല. ഭാര്യ ഒരുപാട് ഉത്തരവാദിത്തമാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്, MLA MP യും മന്ത്രിയും ഒക്കെ ഓക്കെയാണ്, കൗൺസിലറായാൽ രാവിലെ എല്ലാ വീടുകളിലും കാര്യം ഫേസ് ടു ഫേസ് ഇപ്പം നമുക്ക് MLA ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടി വരുമ്പോഴത്തേക്ക് ഇവരെ കാണുന്നില്ലല്ലോ, പിന്നെ പല പക്ഷെ ഇവരതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രയാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോ എന്ന് പറയത്തില്ല. അങ്ങനെ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് പോയേനെ. ഓർമ്മകളും അനുഭവങ്ങളുമാണ് എം മുകേഷ് നമ്മളോട് പങ്കുവച്ചത്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനപ്പുറം ഒരു കലാകാരൻ കൂടിയാണ്. ജീവിച്ച കാലഘട്ടം, അതിന് അച്ഛനോടുള്ള ആ പിന്തുണ, അച്ഛന് ലഭിച്ച കുറേ ഉപദേശങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ വലിയ മാർഗദർശനമായി തന്നെ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എം മുകേഷ് പങ്കുവെക്കുന്നത്. കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ്, 24.